അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ 6ാമത്തെ ദിവസവും പോലീസ് തുടരുകയാണ്. പാലക്കാട് നിന്ന് നേരെ തമിഴ്നാട് വഴി ഇപ്പോൾ കർണാടക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എങ്ങനെയായിരുന്നു റൂട്ട്? മാധു, അല്പസമയം മുമ്പാണ് മാതൃഭൂമി ന്യൂസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിയിടം സംബന്ധിച്ച് പോലീസിന് കിട്ടിയ വിവരം പുറത്തുവിട്ടത്. ഇന്നലെ ഉച്ചയോടെയാണ് കേരള പോലീസിന്റെ കോയമ്പത്തൂരിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന സംഘം ഈ കർണാടക തമിഴ്നാട് അതിർത്തിയായ ബാംഗ്ലൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ആ റൂട്ട് മാപ്പാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതായത് ഈ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന ഹൊസൂരിന് സമീപം, അതായത് തമിഴ്നാടിന്റെ ഹൊസൂരിന് സമീപം ഉള്ളൊരു സ്ഥലമാണ് ബാംഗ്ലൂർ. അവിടെ നിന്ന് ഏതാണ്ട് 10 മിനിറ്റ് മാത്രമേ കർണാടക ബോർഡർ കടക്കുന്നതിനുള്ള ദൂരമുള്ളൂ. ഇന്നലെ രാവിലെയാണ് കോയമ്പത്തൂരിലുണ്ടായിരുന്ന പോലീസ് സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ബാംഗ്ലൂരിൽ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയത്. ഉടൻ തന്നെ അന്വേഷണ സംഘം അവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തി. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്കും അവിടെ എത്തുമ്പോൾ ഉച്ചയായി. അവിടെ പരിശോധന നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് കിട്ടിയ വിവരം രാവിലെയോടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് കർണാടകയിലേക്ക് പോയി എന്നുള്ളതാണ്. മറ്റൊരു വാഹനത്തിലാണ് പോയത്. ഈ ബാംഗ്ലൂർ വരെ എത്തിയ വാഹനം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വാഹനത്തിനൊപ്പം ഉണ്ടായിരുന്ന ആൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അയാളെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് ഏത് വാഹനത്തിലാണ് രാഹുൽ കർണാടകയിലേക്ക് പോയെന്ന് കണ്ടെത്താൻ CCTV അടക്കം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും വിപുലമായ അന്വേഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ കർണാടക തമിഴ്നാട് മേഖലകളിലായിട്ട് നടക്കുന്നത്. ഒരു പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിലേക്ക് കടന്നു കഴിഞ്ഞാൽ മൈസൂരിലേക്കും ഒപ്പം തന്നെ ബാംഗ്ലൂരുവിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. അവിടെയൊക്കെ ഒരുപാട് ഒളിയിടങ്ങൾ, സഹായികൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. ഏതായാലും കർണാടക തന്നെ ലക്ഷ്യം വെച്ച് നീങ്ങുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് കരുതുന്നത്. നാളെ പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. നാളെ അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ളൊരു തിടുക്കമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. 6 ദിവസമായി ഇയാളെ കണ്ടെത്താൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ചിട്ടും കണ്ടെത്തിയിട്ടില്ല. ആകെ കണ്ടെത്തിയത് കണ്ണാടിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. അതിൽ ഒരു ചുവന്ന പോളോ കാറിൽ ഇയാൾ രക്ഷപ്പെട്ടു എന്നാണ്. ആ പോളോ കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ആ പോളോ കാറിൽ ഒരുപക്ഷെ കേരളാതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ എത്തിയിട്ടുണ്ടാകും. മറ്റൊരു കാറിൽ, അങ്ങനെ സാധാരണ ഈ കുറ്റവാളികൾ സഞ്ചരിക്കുന്നത് പോലെ മാറി വാഹനങ്ങൾ മാറി കേന്ദ്രങ്ങൾ മാറ്റി അങ്ങനെ പോലീസിനെ വെട്ടിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകുന്നതുവരെ ഒളിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്നാണ് കരുതുന്നത്. പാലക്കാട് നിന്ന് ബാംഗ്ലൂർ വരെയുള്ള ആ യാത്രയുടെ വിശദാംശങ്ങളാണ് അനന്തൻ പങ്കുവച്ചത്. തലനാരിഴയ്ക്കാണ് കേരള പോലീസിന്റെ അന്വേഷണ സംഘത്തിൽ നിന്ന് രാഹുൽ രക്ഷപ്പെട്ടു പോയത്. കർണാടകയിലേക്കാണ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം.